പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ശാലോം പ്രേക്ഷകരെയും നേഴ്സസ് ടൈമിൻ്റെ മറ്റൊരു അനുഗ്രഹീത എപ്പിസോഡിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 6-ാം തിരുവചനത്തിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹം ചെയ്ത് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറയരുത്. ഈ വചനം അക്ഷരാർത്ഥത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു കുടുംബമാണ് ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത്. വളരെ വർഷങ്ങളായി എനിക്ക് പരിചയമുള്ള സഹോദരി വിജി അബുദാബിയിൽ ഒരു നേഴ്സായി ജോലി ചെയ്യുകയും അതിനോടൊപ്പം തന്നെ നേഴ്സസ് മിനിസ്ട്രിയിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കുചേരുകയും ചെയ്യുന്നു. നമുക്കിവരെ ഒന്ന് പരിചയപ്പെടാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോയി, തൃശ്ശൂർ കപ്പൽപ്പള്ളി എറവടവക. 25 വർഷമായിട്ട് അബുദാബിയിൽ ജോലി ചെയ്യുന്നു. ഇതെൻ്റെ ജീവിത പങ്കാളി വിജി. ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്ന 6 മക്കൾ. മൂത്ത മകൻ മനു, രണ്ടാമത്തെ സോനു, മൂന്നാമത്തെ അമല്, നാലാമത്തെ ഏലിയാസ്, അഞ്ചാമത്തെ തേരസ, 6-മത്തെ മറിയം. ഇതാണ് ഞങ്ങളുടെ കുടുംബം. സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരും. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ മിക്ക കുടുംബങ്ങളിലും ഒന്നല്ലെങ്കിൽ 2 മക്കളാണ്. ഇങ്ങനെയൊരു കൺസെപ്റ്റ് നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും മക്കളെ സ്വീകരിക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അത് 7-ാം ക്ലാസ്, 8-ാം ക്ലാസ്, 9-ാം ക്ലാസ്സിലൊക്കെ ഡിവൈനിൽ ധ്യാനം കൂടാൻ പോകാൻ സാധിച്ചിട്ടുണ്ട്. പാരൻസ് പറഞ്ഞു വിടുന്നു, പോയി അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുന്നതിൽ ഉപരിയായിട്ട് പ്രത്യേകിച്ചൊന്നും ഞാൻ അവിടെ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അന്ന് എനിക്ക് ഉള്ളിലൊരു ബോധ്യം തന്നു, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് ബുദ്ധിമുട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ഈശോൻ്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടും എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കല്യാണത്തിന് ശേഷം 2 ആളും, ഹസ്ബൻഡ് ഇവിടെയായിരുന്നു, ഞാൻ നാട്ടിലായിരുന്നു. അപ്പം അത് എനിക്ക് ഒത്തിരി സ്ട്രെസ്സ് ഉണ്ടായിരുന്നു, ഒത്തിരി ഇങ്ങനെ നിരാശയിലേക്കൊക്കെ പോണൊരു അവസ്ഥ വരെ എത്തി. അപ്പോൾ എനിക്കത് ചെറുപ്പത്തിലത്തെ കാര്യം ഓർമ്മ വന്നു. ഒരു ധ്യാനത്തിന് പോയി എൻ്റെ ഒരു പ്രശ്നം ഈശോൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിനൊരു ഉത്തരം കിട്ടുമെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു ധ്യാനത്തിന് പോയി ഈശോനോടൊരു നിയോഗമായിട്ട് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് ആ സമയത്താണ്. ആ സമയത്ത് ഒരു പ്രത്യേക ഒരു അഭിഷേകവും ഒരു ദൈവാനുഭവം എനിക്ക് അനുഭവപ്പെട്ടു. അതിനുശേഷം കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ബ്രദർ പറഞ്ഞു, നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ കൈപിടിച്ച് നടത്താൻ ആരെങ്കിലും ആത്മീയതയിൽ വളർന്ന ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എനിക്കൊരു ആൻറ്റീനെ പരിചയപ്പെടുത്തി തന്നു. അവർ 25 വർഷമായിട്ട് ഭർത്താവും ഭാര്യയും കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു. ആൻറ്റിയുടെ വീട്ടിലൊരിക്കൽ പോകാൻ സാധിച്ചു. ആൻറ്റി എന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും എനിക്ക് പറഞ്ഞു തന്നില്ല. പക്ഷേ ഒറ്റൊരു കാര്യം പറഞ്ഞു, അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം. അവരുടെ മരുമകൾ ധ്യാനത്തിൽ കൂടിയപ്പോൾ അവർക്ക് കിട്ടിയൊരു ബോധ്യം, 2 ദിവസം കഴിഞ്ഞപ്പോൾ 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 2 ദിവസം കഴിഞ്ഞപ്പോൾ
അവർ പ്രസവം നിർത്തിയ ആളായിരുന്നു. അവരത് കഴിഞ്ഞ് വന്ന് റീകാനുലേഷൻ സർജറി ചെയ്തു. ഇത് കേട്ട് ഞാൻ തിരിച്ചു പോന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു ശക്തമായ ബോധ്യം തന്നു. കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കുന്നത് തീർച്ചയായും തെറ്റാണെന്നുള്ളൊരു ബോധ്യം പരിശുദ്ധാത്മാവ് തന്നു. അതിനുശേഷം ഞാൻ 3 മാസത്തിന് ശേഷം അബുദാബിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ശക്തമായൊരു തീരുമാനമായിട്ടാണ് ഞാൻ വരുന്നത്. 127 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ദാനം അത്ര സ്നേഹത്തോടെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഞാൻ പലപ്പോഴും ആശ്ചര്യപ്പെടുത്തിയ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജി കൈക്കുഞ്ഞുങ്ങളുമായിട്ട് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലും അതുപോലെ നമ്മുടെ പള്ളിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും തന്നെ ഒത്തിരി ആക്റ്റീവായിട്ട് പങ്കുചേരുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ സഹായത്തിന് ആരുമില്ല. ഇപ്പോൾ നമുക്ക് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, സമയമില്ല, ഒന്നിനും ഒരു സമയമില്ല എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഈ വീട്ടിലെ കാര്യവും ജോലിയും അതുപോലെ ആത്മീയ കാര്യങ്ങളും എല്ലാം ഇത്ര ഭംഗിയായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നമുക്ക് പുതിയൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ എഴുതി തരികയും അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു പരിശുദ്ധാത്മാവ് തന്നെ അഭിഷേകവും കൃപയും നമുക്ക് തന്നാലേ ഉള്ളൂ അതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. ഇതൊന്നും ചെയ്യുന്നത് എൻ്റെ സ്വന്തം കഴിവുകൊണ്ടല്ല. പിന്നെ പൂർണ്ണമായൊരു സപ്പോർട്ട് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് കൂടിയാണ് എനിക്കിങ്ങനെ ആത്മീയതയിൽ ഇത്രയും ഇൻവോൾവ് ചെയ്ത് വരാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് 2 കാര്യമാണ് തീരുമാനം എടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഒന്നുകിൽ മക്കളെ കൊണ്ട് വീട്ടിലിരിക്കാം, അല്ലെങ്കിൽ അവരെ കൊണ്ട് പ്രാർത്ഥനകൾക്ക് വരണം. അപ്പോൾ തിരിച്ചു വന്നാലും ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം, വീട്ടിലത്തെ കാര്യം നോക്കണം, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടിൻ്റെ ഇടയിലും ഈശോൻ്റെ അടുത്തേക്ക് വരാനുള്ളൊരു ശക്തി കിട്ടുന്നത് അത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ഉണർവും കൃപയുള്ളത് കൊണ്ട് മാത്രമാണ്. ഇങ്ങനെയൊക്കെ ആധ്യാത്മിക കാര്യങ്ങൾക്ക് പോകുമ്പോൾ കുടുംബത്തിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതും എനിക്ക് ഹസ്ബൻഡിൻ്റെ അടുത്തു നിന്നായാലും മക്കളുടെ അടുത്തു നിന്നായാലും വളരെ നല്ല രീതിയിൽ ലഭിക്കുന്നത് കൊണ്ടും കൂടിയാണ് എനിക്കിങ്ങനെ വരാൻ പറ്റുന്നത്. മനു, മോന് പപ്പായും മമ്മിയൊക്കെ ഡ്യൂട്ടിക്ക് പോകും, മോൻ്റെ സഹോദരങ്ങൾ ഇത്രയും പേര് വീട്ടിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മോൻ ഈ മൂത്ത മകൻ എന്ന രീതിയിൽ വീട്ടിൽ ഇവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്? ഇവരെ പപ്പയും മമ്മിയും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അവരെന്നോട് ചോദിക്കണ ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയൺ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ സഹായിക്കുന്നത്. അപ്പോൾ അത് കണ്ട് സഹോദരങ്ങളും സഹായിക്കാറുണ്ടോ? അത് കണ്ട് അവരും സഹായിച്ചു തുടങ്ങി. പിന്നെ അവർ തന്നെ ഡ്രസ്സുകളൊക്കെ അവർ തന്നെ അയൺ ചെയ്ത് തുടങ്ങി. ഇത് വലിയ കാര്യമാണല്ലേ, കാരണം ഈ കാലഘട്ടത്തിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ജോയിച്ചേട്ടനോട് ചോദിക്കട്ടെ, ഇത്രയും തിരക്കുണ്ടെങ്കിലും എനിക്കറിയാം ജോയിച്ചേട്ടനും ഈശോയെ കൊടുക്കാനായിട്ട് ഒത്തിരി മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നറിയാം. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പള്ളിയോട് ചേർന്ന് കരിസ്മ കൂട്ടായ്മയോടും റീച്ച് ഔട്ട് മിനിസ്ട്രിയും പ്രോ ലൈഫും കൂടിയും പിന്നെ രോഗികളെ സന്ദർശിക്കാനും ലേബർ ക്യാമ്പിൽ പോയി അവിടെ പള്ളിയെ ചേർന്ന് അവരെ യോജിപ്പിക്കാനും ദൈവം അങ്ങനെ ഒരു കൃപ തന്നു. പിന്നെ അതുകൂടാണ്ട് നാട്ടിൽ നടക്കുന്ന ധ്യാനങ്ങളുടെ സീഡികളെല്ലാം കോപ്പി ചെയ്ത് UAE പലയിടത്ത് കൊടുക്കുകയും പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബൈബിൾ സ്റ്റോറികളും അത് DVD ആയിട്ട് കോപ്പി ചെയ്ത് കൊടുക്കാൻ ദൈവം അങ്ങനെ ഒരു കൃപ തന്നിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണല്ലേ. നിങ്ങൾ ലോകം എങ്ങും പോയി എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കുമെന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാണ്. ഇങ്ങനെ ലേബർ ക്യാമ്പിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് പള്ളിയിലൊന്നും വരാനായിട്ട് സാധ്യതയില്ലാത്ത അവരെയൊക്കെ നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പം അത് വലിയൊരു കാര്യമാണ് നമ്മളിവിടെ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അമ്മമാർ വീട്ടിലുള്ളപ്പോൾ അപ്പന്മാർക്ക് അതൊരു ചെറിയ ധൈര്യവും സമാധാനവും ഒക്കെയാണല്ലേ. കാരണം വീട്ടിലെ കാര്യങ്ങളിലും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലൊക്കെ അവരങ്ങോട്ട് ഇൻവോൾവ് ആകുമ്പം പിന്നെ നമുക്കത്ര ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ വിജി നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, വീട്ടിലാണെങ്കിലും മറ്റാരും സഹായത്തിനൊന്നുമില്ല. അപ്പം വിജി നൈറ്റിന് പോകുമ്പോൾ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ജോയിച്ചേട്ടന് കൈകാര്യം ചെയ്യുന്നത്? ഡ്യൂട്ടി ലിസ്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഒരു നൈറ്റ് 6 ഡ്യൂട്ടിയൊക്കെ ഉണ്ടാവും നൈറ്റൊക്കെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ മനസ്സിന് വിഷമം വരും. അങ്ങനെ അതെല്ലാം കുർബാനയിൽ സമർപ്പിക്കുമ്പോൾ 2-3 ഡ്യൂട്ടിയൊക്കെ ഡേ ഡ്യൂട്ടി ആക്കി തരും. അതുമാരെ തന്നെ ബാക്കിയുള്ള ഡ്യൂട്ടികൾ ചിലപ്പോൾ 1-2 ഡ്യൂട്ടി കുറച്ച് തരും. അങ്ങനെയൊക്കെ ആവും. പിന്നെയുള്ള ഡ്യൂട്ടിയിലൊക്കെ ബുദ്ധിമുട്ടുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ചെയ്തോളും. ബാക്കി പിന്നെ രാത്രി പിന്നെ കിടക്കുന്ന സമയത്തുള്ളവർക്കൊരു ഇതുണ്ടാവും. അപ്പോൾ ആ ബുദ്ധിമുട്ടുള്ളപ്പോൾ ചില സമയങ്ങളിലെല്ലാം മാതാവ് ഔസേപ്പിതാവൊക്കെ റൂമിൽ വന്നിട്ടുണ്ട് വിഷമിക്കുമ്പോൾ വന്നിട്ട് നിന്ന് ഇങ്ങനെ
വന്ന് പ്രകാശമൊക്കെ വന്ന് പോകുമ്പോൾ അതോടുകൂടി ഇവർ ഉറങ്ങും. അന്നത്തെ രാത്രിയൊക്കെ സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും. അതുമാതിരി തന്നെ ഒരു ദിവസം ഒരു ടൈമാണ് തെരസയ്ക്ക് അസുഖമുള്ള ഒരു സമയത്തൊക്കെ ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുമ്പോൾ ഭയങ്കര അസുഖം ചെയ്യുമ്പോൾ തെരസയുടെ ഫേസ് സൈഡിലുള്ള 2 ഏഞ്ചൽസ് വന്ന് ഇവിടെ നിന്നിട്ട് കണ്ടതിന് ശേഷം അതും അന്നത്തോടുകൂടി അപ്പോൾ അങ്ങനെ ഭയങ്കര ബോധ്യമായി. നമുക്ക് നമ്മൾ നോക്കണേറ്റ് നല്ലതായിട്ട് സ്വർഗം നമ്മളെ നോക്കുന്നുണ്ടുള്ള ആ ബോധ്യത്തോടെ നമുക്ക് ധൈര്യത്തോടെ പിന്നെ ഉറങ്ങാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ മക്കൾ നമ്മളെ സൂക്ഷിക്കാനായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണല്ലേ. അപ്പം അവരെ സൂക്ഷിക്കുക എന്നുള്ളത് സ്വർഗത്തിൻ്റെ ഉത്തരവാദിത്വം കൂടെയാണ്. അപ്പം നമ്മൾ നോക്കിയില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം നന്നായിട്ട് നോക്കും. അത് നൈറ്റ് കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ വീട്ടിൽ വരുമ്പോൾ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര ആശ്വാസമാണ്. നൈറ്റിന് പോകുമ്പോൾ വിഷമിച്ചിട്ടാണ് പോണത്. ഗേറ്റിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മാതാവിനോട് പറയും, അമ്മയില്ലാത്ത വീടാണെന്ന് അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി പോണത് എല്ലാ ദിവസവും. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇങ്ങനത്തെ സ്വർഗത്തിൻ്റെ ഇടപെടൽ കേൾക്കുമ്പോൾ മനസ്സിൽ ഭയങ്കര ആശ്വാസമാണ്, സന്തോഷമാണ്. വലിയ കുടുംബം ആകുമ്പോൾ അതനുസരിച്ച് സാമ്പത്തിക ചെലവുകളും വർദ്ധിച്ചു വരും. പ്രത്യേകിച്ച് വെള്ളത്തിന് പോലും പൈസ കൊടുത്ത് വാങ്ങേണ്ട ഈ രാജ്യത്ത് നമ്മൾ താമസിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മറ്റൊത്തിരി ചെലവുകളുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രത ഓർത്താണ് ഇന്ന് പലപ്പോഴും പല കുടുംബങ്ങളും കുഞ്ഞുങ്ങളുടെ എണ്ണം ചുരുക്കുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ സാമ്പത്തിക മേഖലയിൽ ദൈവം ഇടപെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? അത് സ്വർഗം തന്നെ ഇടപെട്ടൊരു ശക്തമായ ബോധ്യം തന്നതാണ്. ഒരിക്കൽ ബ്രദർ തോമസ് പോളിൻ്റെ ഒരു ലീഡർഷിപ്പ് പ്രോഗ്രാം റാസൽ കൈമയിൽ നടക്കുമ്പം ഞങ്ങളുടെ വണ്ടി ഇത്ര ദൂരം ലോങ് പോകാനുള്ളൊരു കണ്ടീഷനല്ല. അന്ന് റെൻ്റേ കാർ എടുത്തിട്ടാണ് ഞങ്ങൾ ആ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്തത്. പക്ഷേ അബുദാബി തൊട്ട് റാസൽ കൈമ ഒരു 2 മണിക്കൂറിലധികം ദൂരമുണ്ട്. ഈ സമയത്തെല്ലാം എൻ്റെ മനസ്സിൽ ചെറിയൊരു കുറ്റപ്പെടുത്തലായിരുന്നു. ഈ പൈസ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ റെൻ്റേ കാർ എടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊരു കുറ്റപ്പെടുത്തുന്ന ഒരു ചിന്തയോടെയാണ് ഞാൻ അന്ന് ആ ധ്യാനത്തിന് വേണ്ടി പോയത്. പക്ഷെ അവിടെ ഏറ്റവും അവസാനം 3 പേര് ഇരുന്നിട്ടുള്ളൊരു ഗ്രൂപ്പ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ടേണായപ്പോഴത്തേനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങിയതേ അവിടെയുള്ളൊരു ബ്രദർ പറഞ്ഞു, സിസ്റ്റർ ഫൈനാൻസിനെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങളുടെ ഫൈനാൻസ് കർത്താവാണ്. അത് എൻ്റെ ഉള്ളിൽ സ്വർഗം അത് എഴുതി തന്നു. അതിനുശേഷം ഒത്തിരി പ്രശ്നങ്ങൾ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഈശോ നമ്മുടെ കൂടെ നിന്നാണ് അത് നമ്മളെ കടത്തി തന്നത്. ഒരു അനുഭവം പറയുകയാണെങ്കിൽ 3ാമത്തെ ആളുടെ അഡ്മിഷൻ്റെ സമയത്ത് ഞങ്ങൾ ഒത്തിരി പേരോട്, ഞങ്ങൾക്ക് അഡ്മിഷന് പൈസ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. ഒത്തിരി പേരോട് അറിയുന്നവരോടൊക്കെ ചോദിച്ചു. പക്ഷേ ആരും അങ്ങനെ തരാനുള്ളൊരു സാഹചര്യം അവർക്കും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പിന്നെ ഞങ്ങളുടെ അവസാനത്തെ ഒരു ആശ്രയം ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവിടെ സ്കൂളിൽ പറയാം, ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞോ ഞങ്ങളുടെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ ഞങ്ങൾ കൊണ്ടുതരാമെന്ന് പറയാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോയത്. ആ സമയത്താണെങ്കിൽ അഡ്മിഷൻ കിട്ടാതെ ഫാമിലീനെയൊക്കെ നാട്ടിലേക്ക് വരെ വിടുന്ന ഒരു സമയമാണ്. കുട്ടികൾക്ക് അഡ്മിഷൻ ഒരു സ്കൂളിലും കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങൾ പക്ഷേ ഈ ഒരു കാര്യം ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഒറ്റ വാക്കാലെ പറഞ്ഞു, പൈസ ഇല്ലാതെ നിങ്ങളുടെ കുട്ടിയുടെ അഡ്മിഷൻ ശരിയാവില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും അങ്ങ് വല്ലാണ്ട് പേടിച്ചു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഒരാൾക്ക് മാത്രം അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ പുറത്ത് ഈ വിഷമവും ഭാരവും ദുഃഖമൊക്കെ ആയിട്ട് തിരിച്ച് പുറത്തിറങ്ങി ഫോമെല്ലാം ഫില്ലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് സ്കൂളിലത്തെ ഓഫീസിലത്തെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കമ്പ്യൂട്ടറെല്ലാം ഷട്ട് ഡൗൺ ആയിപ്പോയി, എന്താ റീസൺ എന്ന് ഞങ്ങൾക്കറിയില്ല, ഇനി പൈസ അടയ്ക്കാനുള്ളവരൊക്കെ പിന്നീട് വന്നിട്ട് പൈസ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് 2 ആൾക്കും തന്നെ മനസ്സിലായില്ല ഇത് എന്താ സംഭവിക്കണേന്ന്. ശരിക്കും ഈശോ തന്നെ നേരിട്ട് ഞങ്ങളുടെ കൂടെ വന്നിട്ട് ആ ഒരു അവസ്ഥേനെ കൈപിടിച്ച് കടത്തിയപ്പം അത് വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നെ ഇപ്പം ഈ അടുത്തുണ്ടായ വേറൊരു സംഭവമാണ്, ഏലിയാസിൻ്റെ വിസ തീർന്നു പോയി ജനുവരിയിൽ. ഞങ്ങൾ 2 ആളും അത് വിട്ടുപോയി, ഓർത്തില്ല. അത് കഴിഞ്ഞ് 6ാമത്തെ ആൾ ജൂൺ മാസത്തിലുണ്ടായി. ജൂലൈ മാസത്തിൽ അവൾക്ക് വേണ്ടി വിസ എടുക്കാൻ ചെല്ലുമ്പോഴാണ് ഞങ്ങൾ അറിയണത് മോൻ്റെ പാസ്പോർട്ടിൽ വിസ എല്ലാം തീർന്നിരിക്കുകയാണ്, ഓൾറെഡി ഫൈനായിട്ട് കിടക്കുകയാണെന്നുള്ള കാര്യം. ഇതറിഞ്ഞ് ഒരു 5000 ദിറംസിൻ്റെ ഫൈനായിട്ട് കിടക്കുകയാണ്. ഞങ്ങളത്
ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ 5,000 ദിറംസ് ഒറ്റയടിക്ക് എടുത്തു കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് ഇതാണ്, കോർട്ടിൽ പോയി അപ്ലിക്കേഷൻ കൊടുത്ത് നമുക്ക് ഫൈൻ കുറച്ച് തരും. പക്ഷേ ആ സമയത്ത് കോർട്ടെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്, പുതിയൊരു നിയമം വരാൻ പോകണമെന്നാണ് ഞങ്ങൾക്ക് അറിവ് കിട്ടിയത്. പക്ഷേ ആ സമയത്തൊക്കെ ഹസ്ബൻഡിനൊന്നും ആ സമയത്ത് എങ്ങനെ ഉറക്കം പോലും വരുന്നില്ല, ഭയങ്കര വിഷമം. ഇതെന്ത് ചെയ്യും, എന്താണ് പുതിയ നിയമം വരുന്നതെന്നും നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ ആ സമയങ്ങളങ്ങനെ പ്രാർത്ഥിച്ചും കുർബാനയിൽ സമർപ്പിച്ചൊക്കെ കടന്നുപോയി. ഒരു മാസത്തിന് ശേഷം കോർട്ട് തുറന്നപ്പം പുതിയ നിയമമായിട്ട് വന്നത് UAE പൊതുമാപ്പ് വന്നിരിക്കുന്നു, വിസ ഇല്ലാത്തവർക്കൊക്കെ വിസ അടിച്ചു കൊടുക്കണമെന്നുള്ളൊരു ഇതാണ്. 6 മാസത്തിന് ശേഷം ഒറ്റ പൈസ പോലും ഫൈനില്ലാണ്ട്, ID കാർഡിലോ വിസയിലോ ഒട്ടും ഫൈനില്ലാണ്ട് മോന് വിസ അടിച്ച് കിട്ടി. അത് ഇതുപോലെ തന്നെ ഈശോ ഞങ്ങളെ എത്ര ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിൽ, മക്കൾ കൂടി എന്നുള്ളത് കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിൽ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. ഈശോനെ മാത്രം നോക്കി ആ സംഭവങ്ങൾ കടന്നു പോകാനായിട്ട് ഞങ്ങൾക്ക് ഈശോ ശക്തി കിട്ടി. നമ്മൾ വിദേശത്തായിരിക്കുമ്പോൾ മിക്കവാറും നമ്മുടെ ഡെലിവറി സമയത്തൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും പേരൻസിനെയോ മറ്റേ ആരെങ്കിലും ബന്ധുക്കളെയൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ എനിക്കറിയാം വിജിയുടെ 5 ഡെലിവറിയും ഇവിടെയായിരുന്നു, ആരും സഹായത്തിനില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ടൊക്കെ കടന്നു പോയപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷനോ അത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് ആ ഒരു സാഹചര്യങ്ങളൊക്കെ കടന്നു പോയത്? ഡെലിവറിയുടെ സമയത്ത് കോംപ്ലിക്കേഷൻ, 6ാമത്തെ ആളുടെ ഡെലിവറിയുടെ സമയത്ത് ബാക്കിയെല്ലാം നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ തികച്ചും ഒരു നോർമൽ ഡെലിവറി ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ രണ്ടുപേരും അന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത്. അവിടെ ചെന്ന് രാവിലെ 6 മണിക്ക് അഡ്മിഷനായി. ഉച്ചയായപ്പോഴത്തേനും അന്ന് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇനി സോഫ്റ്റ് ഡയറ്റ് കൊടുത്താൽ മതി, സിപ്സ്, പിന്നെ ചോദിക്കുകയാണെങ്കിൽ മാത്രം സിപ്സ് ഓഫ് വാട്ടർ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ നഴ്സുമാരായി നമുക്കറിയാം, ഒരു സർജറിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിനാണ് നമ്മൾ സാധാരണയായിട്ട് സോഫ്റ്റ് ഡയറ്റും സിപ്സ് ഓഫ് വാട്ടറൊക്കെ കൊടുക്കുന്നത്. വൈകിട്ട് 6 മണിയായിട്ടും ഒട്ടും പ്രോഗ്രസ് ഇല്ല എന്ന് കണ്ടു. ഡോക്ടർ എന്നെ ലേബർ റൂമിലൊക്കെ കയറ്റി, എല്ലാം ഒരു ഫോർമാലിറ്റി പോലെയാണ് എനിക്ക് തോന്നിയത്. ലേബർ റൂമിൽ കയറ്റി 6 മണിയായപ്പം ഡോക്ടർ ഹസ്ബൻഡിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഇത് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്കൊരു സിസേറിയൻ ചെയ്യേണ്ടതിനെ കുറിച്ച് ചിന്തിക്കണം, തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു. ഡോക്ടർ എൻ്റെ അടുത്തും പറഞ്ഞു. ഇത് കേട്ടപ്പം എനിക്കൊത്തിരി വിഷമമായി. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇനി ഡോക്ടറുടെ തീരുമാനത്തോട് ചേർന്ന് ഒരു സിസേറിയന് പൊക്കോട്ടെ എന്നുള്ളൊരു തീരുമാനത്തിനോട് ഞാനും യോജിക്കുന്ന പോലെ എൻ്റെ മനസ്സായിപ്പോയി. പക്ഷെ ഹസ്ബൻഡ് ഒത്തിരി വിഷമിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആൻറ്റീനെയും അങ്കിളിനെയും വിളിച്ചു പറഞ്ഞു. അവർ അതിനുശേഷം ആ ഫോൺ എൻ്റെ കയ്യിൽ തന്നു. ഫോൺ സ്പീക്കറിലിട്ട് ഞാൻ കേൾക്കുമ്പോൾ ആൻറ്റി എന്നോട് പറയേണ്ടതാണ്, മോള് ധൈര്യമായിട്ടിരിക്കും, പരിശുദ്ധ അമ്മ മോളുടെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ആൻറ്റി അങ്ങ് ശക്തമായിട്ട് സ്തുതിക്കാൻ തുടങ്ങി. ഞാൻ ഈ സ്പീക്കറിലിട്ട ഫോൺ എൻ്റെ തൊട്ടടുത്ത് വെച്ചു. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും തന്നെ സാധിക്കുന്നില്ല ആ സമയത്ത്. അതിൻ്റെ ഇടയിൽ ഡോക്ടർ ഒരു സമയം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 10 മിനിറ്റും കൂടെ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിൽ വിളിച്ചു എല്ലാം അറേഞ്ച് ചെയ്തു. ഈ ഡോക്ടറാണെങ്കിൽ ഗ്ലൗസ് പോലും ഇടാതെയാണ് ഡെലിവറിക്ക് നിൽക്കുന്നത്. ഡോക്ടറിന് ഒട്ടും പ്രതീക്ഷയില്ല ഒരു നോർമൽ ഡെലിവറിയിൽ കൂടെ ഇതെല്ലാം സംഭവിക്കുമെന്ന് ഡോക്ടറിന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് ഡോക്ടർ വെറുതെ ഒരു ഗ്ലൗസൊക്കെ ഇട്ട് വെറുതെ ഒന്ന് നോക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ഡോക്ടർ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, കുഞ്ഞിനെ റിസീവ് ചെയ്യണ ട്രേ എടുക്ക്, കുഞ്ഞിൻ്റെ തല താഴെ വന്നിരിക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് എല്ലാവരും റെഡിയാവുമെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഈ സ്പീക്കറിൽ കൂടെ ആൻറ്റി സ്തുതിക്കുന്നത് കേട്ടതും എല്ലാം കൂടെ അവിടെ നിന്ന് നേഴ്സസ് എല്ലാവരും കൂടെ സ്തുതിക്കാൻ തുടങ്ങി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് സ്തുതിക്കാൻ തുടങ്ങി. എനിക്കറിയില്ല അവിടെ എന്താ സംഭവിച്ചതെന്ന്. അവിടെ പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് എന്ന് പറഞ്ഞ ഡോക്ടർ തന്ന സമയത്തിൻ്റെ ഉള്ളിൽ രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെയായിട്ടും ഒട്ടും പ്രോഗ്രസ് ഇല്ലാതെ കുഞ്ഞിൻ്റെ തല ഒത്തിരി ഹൈ ആയിട്ടിരുന്ന ആ സമയത്ത് ഈ 10 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ കുഞ്ഞിൻ്റെ തല താഴെ വരികയും ഒരു നോർമൽ ഡെലിവറിയിലൂടെ ആ പ്രസവം നടക്കുകയും ചെയ്തു.
ഇത് പരിശുദ്ധ അമ്മ അടുത്തുണ്ടെന്ന് ആൻറ്റി എൻ്റെ അടുത്ത് ഫോണിൽ കൂടെ പറഞ്ഞ കാര്യം അത് തീർത്തും അത് ശരി തന്നെയായിരുന്നു. പരിശുദ്ധ അമ്മ തന്നെയാണ് ആ ഡെലിവറി എടുത്തത്. എനിക്ക് ഒട്ടും അറിയില്ല അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും. പിന്നെ നമ്മൾ നഴ്സുമാരുടെ ഒരു ഡ്യൂട്ടിയാണ് ഡെലിവറി ആയ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് അമ്മയ്ക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. പക്ഷെ എൻ്റെ അടുത്ത് അന്ന് ഡോക്ടർ തന്നെയാണ് കുഞ്ഞിനെ കൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ട് തന്നിട്ട് എന്നോട് പറഞ്ഞത്, മോളെ ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-20 തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. എന്തെന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ശരിക്കും ഭൂമിയിൽ യോജിച്ച് ചോദിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ് ഭാര്യയും ഭർത്താവും. അപ്പോൾ നിങ്ങൾ 2 പേരും മനസ്സ് വിഷമിപ്പിച്ച് ആ സമയത്ത് ദൈവത്തോട് അവരുടെ കൂടെ നാട്ടിലായിരിക്കുന്ന ആ വ്യക്തികളോട് കൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവം അവിടെ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു അല്ലേ. അതാ ഡോക്ടറിനും അവിടെ കൂടി നിന്ന് എല്ലാവർക്കും അവരുടെ വിശ്വാസത്തിനെ കുറച്ചുകൂടി ആഴപ്പെടുത്താനായിട്ട്, ഈശോയിൽ വിശ്വസിക്കാനായിട്ട് ദൈവം ഒരു വലിയ അത്ഭുതമാണ് അവിടെ പ്രവർത്തിച്ചത്. ഡോക്ടർ ജോണിൻ്റെ ഒരു ടോക്കിലൂടെയാണ് എനിക്ക് പരിശുദ്ധാത്മാവ് വേറൊരു ബോധ്യം തന്നത്. ഡോക്ടർ ജോൺ ശക്തമായിട്ട് പറയാണ്, ലോകത്തിൻ്റെ മക്കൾ കാണുന്നത് കണ്ടിട്ട്, ലോകത്തിൻ്റെ മക്കൾ കേൾക്കുന്നത് കേട്ടിട്ട്, ലോകത്തിൻ്റെ മക്കൾ പ്രവർത്തിക്കുന്നതെല്ലാം പ്രവർത്തിച്ചിട്ട് ദൈവത്തിൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന അനുഗ്രഹം പോയി ചോദിക്കരുതെന്ന്. അത് എൻ്റെ ഉള്ളിൽ അന്നേരം പരിശുദ്ധാത്മാവ് തന്നൊരു ബോധ്യം. ഈ TV ചാനലിൽ അന്നേരം കോമഡി സ്റ്റാർസും ഇതെല്ലാം കാണുമായിരുന്നു. അത് പൂർണ്ണമായിട്ട് ഞാൻ നിർത്തി. പക്ഷേ അപ്പോഴും വീട്ടിൽ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു സൈഡിൽ മാറിയിരുന്നിട്ട് കർട്ടനിട്ട് ചെവിയിൽ ഇയർഫോണിൽ നമ്മുടെ ഈശോൻ്റെ പാട്ടുകൾ നല്ല ഹൈ വോളിയത്തിൽ വയ്ക്കും. കാരണം വേറെ റൂമില്ല. അപ്പോൾ അവിടെ എന്തൊക്കെ TV നടക്കുന്ന പരിപാടികളും എൻ്റെ ചെവിയിൽ എനിക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒഴിഞ്ഞിരുന്ന് ഇങ്ങനെ ചെവിയിൽ ഇയർഫോൺ വെച്ച് ഈശോൻ്റെ പാട്ടുകൾ ഹൈ വോളിയത്തിൽ വെച്ച് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഹസ്ബൻഡ് പലപ്പോഴും വന്നിട്ട് ചോദിച്ചു, ഇതെന്താ നീ ഇവിടെ വന്നിരിക്കാത്തത്? ഞാൻ പറഞ്ഞു, ഇനി തൊട്ട് ഞാൻ TV കാണുന്നില്ല. പക്ഷേ ഹസ്ബൻഡിന് അതൊട്ടും ആക്സെപ്റ്റ് ചെയ്യാനൊന്നും അന്ന് പറ്റിയില്ല. പക്ഷേ 2-3 മാസങ്ങൾക്ക് ശേഷം എങ്ങനെയാണെന്ന് അറിയില്ല, ഒരു കാറ്റൊക്കെ വീശി ഞങ്ങളുടെ ഡിഷ് അനങ്ങി. ഇതെല്ലാം പ്രോഗ്രാമെല്ലാം ഒന്നും കൂടെ പ്രോഗ്രാം ചെയ്യേണ്ടി വന്നു. TVയിലത്തതുകളെല്ലാം ചാനലുകളെല്ലാം. അന്നേരം പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ശാലോമും ഗുഡ്നസ്സും മാത്രമാണ് അതിന് ശേഷം കിട്ടുള്ളൂ. അത് മക്കൾക്കും അത് ചില കാര്യങ്ങളൊക്കെ അവർക്കും ഒത്തിരി ഇൻട്രസ്റ്റാണ്. പ്രത്യേകിച്ച് വിശുദ്ധരെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ശാലോമിലത്തെ കോർണറുകൾ, പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ധ്യാനങ്ങളും, ഇതെല്ലാം എല്ലാ സമയവും വചനം വീട്ടിലിങ്ങനെ മുഴങ്ങി കേൾക്കണ പോലത്തെ രീതിയിൽ ശാലോമിക്കൂടെയും ഗുഡ്നസ്സിലൂടെയും ഉള്ള ടോക്കുകൾ ഞങ്ങളുടെ വീട്ടിലുണ്ടാവാൻ തുടങ്ങി. തേനീലും മധുരമാ, തേനീലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. തേനീലും മധുരമാ, തേനീലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. സങ്കീർത്തനം 128 നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയായിരിക്കും, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിനെ ഭയപ്പെട്ട് അവിടുന്ന് ആശ്രയിച്ച് അവിടുത്തെ വഴികളിലൂടെ നടക്കുന്ന ഒരു കുടുംബത്തെയാണ് നാം ഇതുവരെയും കേട്ടുകൊണ്ടിരുന്നത്. നമ്മളും ഇതുപോലെയൊക്കെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാകാം. അവിടെയെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും
ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.